നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനവും ഉണ്ടാകും. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരം താമസത്തിന് ഉള്ള അപേക്ഷകൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടിയും ദീർഘവീക്ഷണത്തോടുകൂടിയതുമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് പണം ചെലവാക്കാൻ തീരുമാനിക്കുവാനും ഒരുപക്ഷെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യാപാരമാണെങ്കിലും കരാർ ജോലികളാണെങ്കിലും ഈ ഒരു മാസത്തിൽ തന്നെ ഒപ്പുവയ്ക്കുവാൻ അവസരം ഉണ്ടായിത്തീരും. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അബദ്ധമായി തീരുവാനിടയുണ്ട്. സച്ചിന്തകളാൽ സജ്ജന സംസർഗത്താലും ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനും അതിനുവേണ്ടി അഹോരാത്രം യാത്രകൾ വേണ്ടി വരുവാനും ഈ ഒരു മാസത്തിൽ സാധ്യത കാണുന്നതുമുണ്ട്. പരീക്ഷയിൽ അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. എന്നാൽ സുഹൃത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉദ്യോഗത്തിന് സ്ഥാനക്കയറ്റം ലഭിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് പുതിയ പല വിധത്തിലുള്ള ആശയങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശത്താൽ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുക വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള സാധ്യതയുണ്ട്. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് വികസിത രാഷ്ട്രത്തിൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് അപേക്ഷകൾ നൽകുവാനും ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം എന്ന നിലയിലായിരിക്കാം പ്രവേശനം ലഭിക്കുക. അപേക്ഷകൾ നൽകുവാനും പ്രാഥമികമായിട്ടുള്ള ഫീസ് അടയ്ക്കുവാനും സാധ്യതയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. പിതാവിന്റെ അസുഖാവസ്ഥകൾ കണക്കിലെടുത്ത് ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ അന്തിമ നിമിഷത്തിൽ അതിന്റെ ഒരു നേതൃത്വ സ്ഥാനം വഹിക്കുവാനും സാധ്യതയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടമില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുവാൻ ഇടയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ദമ്പതികൾക്ക് ഇരുവരും ചെയ്യുന്ന കാര്യങ്ങളും ആശയങ്ങളും സ്വീകരിക്കുവാനുള്ള മനസ്ഥിതി സ്വയമേവ രണ്ടുപേരും ആർജിക്കുന്നത് ഗുണകരമായി തീരും. പല വിധത്തിലുള്ള മിഥ്യാധാരണകൾ ഉണ്ടാകുമെങ്കിൽ പോലും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിൽ പോലും എല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ പ്രതികരിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദേശ ഉദ്യോഗം ഉപേക്ഷിച്ച് ജന്മനാട്ടിൽ സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെട്ടാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിലും ആത്മാർത്ഥന്റെ സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം ജന്മനാട്ടിൽ ഒരു പ്രവൃത്തി തുടങ്ങിയാൽ വിജയിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഉദ്യോഗം ഉപേക്ഷിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുവാൻ യോഗമുണ്ട്. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകുവാനിടയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ജോലികൾക്ക് അപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആശ്വാസവും സമാധാനവും ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള ആശയങ്ങൾ അവലംബിക്കുവാനും സാധ്യതയുണ്ട്. സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിട വരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചേർത്ത് തീർക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുവാനും ആധുനിക കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാനും അവസരമുണ്ടാകും.
അറിവുള്ളവർ പറയുന്ന കാര്യങ്ങൾ അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഗ്രഹിക്കുകയും അതിന്റെ വിജ്ഞാന ശാഖകൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതചര്യയ്ക്ക് മാറ്റങ്ങൾ വരുത്തുവാനും തീരുമാനിക്കും. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രസ്ഥാനത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുവാനിട വരും. പലപ്പോഴും സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു അന്തിമ നിമിഷത്തിൽ ഒരു ഫലപ്രാപ്തി നേടുവാൻ ഇടയുണ്ട്. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കും. കീഴ് ജീവനക്കാരുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള ആശയങ്ങൾ അവലംബിക്കുവാൻ തീരുമാനിക്കും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. വാദ നീർദോഷ നാഡീരോഗ പീഡകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും ഇതരമായിട്ടുള്ള ചികിത്സാ രീതികളെ കൊണ്ട് ആശ്വാസമുണ്ടാക്കുവാനും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ പല വിധത്തിലുള്ള സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ചിലർക്ക് കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സാഹചര്യങ്ങൾ കുറയും. മറ്റു ചിലർക്ക് തൊഴിൽ മേഖലകളിലും വിചാരിച്ച പോലെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുകയില്ല. ചിലർക്ക് പണനഷ്ടം ഉണ്ടാകുവാനിടയുണ്ട്. എന്തായാലും രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും നിർബന്ധപൂർവം പിന്മാറേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ പരീക്ഷ എഴുതുവാൻ സാധിക്കും. പരീക്ഷാ നിരീക്ഷണങ്ങൾ നടത്തുന്നവർക്ക് സ്വല്പം ശ്രദ്ധക്കുറവ് ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ പരാജയം ഉണ്ടാകുവാനിടയുണ്ട്. പുതിയ ഭരണ സംവിധാനം നല്ലതാണെങ്കിൽ പോലും പ്രായോഗികമായിട്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അതിന്റെ ന്യൂനതകളെല്ലാം തന്നെ പരിഹരിക്കാൻ തക്കവണ്ണം പുതിയതായുള്ള ആശയങ്ങൾ അവലംബിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളും അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ കാണുവാനും ഇടവരും. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ സാധ്യതയുണ്ട്. വിദേശ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി തീർത്തും അവിചാരിതമായിട്ടാണ് അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി നിലവിലുള്ള ജോലി സ്ഥലത്ത് രാജിക്കത്ത് നൽകുവാൻ സാധ്യതയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ഹ്രസ്വകാല ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികൾക്ക് ഒരുപക്ഷെ ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് കൃഷി രീതികളാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ ഇടയുണ്ട്. അവ്യക്തമായിട്ടുള്ള പണം ഇടപാടുകളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ജീവിതമാർഗത്തിന് വളരെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും പണം മുതൽ മുടക്കാതെയുള്ള പ്രവർത്തന മണ്ഡലങ്ങളായതുകൊണ്ടും അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഒരുപക്ഷെ ഒരു വർഷം കുടുംബത്തിൽ നിന്നും മാസത്തിൽ ഒരിക്കൽ ഗൃഹത്തിൽ വന്നു പോകാൻ തക്കവണ്ണം വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ദൗത്യം പുതിയ ജോലി ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുവാൻ അവസരം വന്നു ചേരും. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 മാസമായിട്ട് അവലംബിക്കുന്ന പ്രചരണ രീതികളിൽ അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാൻ ഇടവരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നത് വഴി അധികൃതരിൽ നിന്നും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ക്രമാനുഗതമായുള്ള പുരോഗതി എല്ലാ മേഖലകളിലും വന്നു ചേരുവന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സൽക്കർമ്മങ്ങൾക്കും ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. പല പ്രകാരത്തിലും ദേഹക്ഷീണം വർദ്ധിക്കുകയും
വിദഗ്ധമായുള്ള പരിശോധനകളാൽ ഒരുപക്ഷെ ജലാംശക്കുറവ് കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാവുക, ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുക, ഇതിനെല്ലാം പുറമെ വ്യായാമക്കുറവും ഈ ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിക്കുന്ന വിധത്തിൽ യോഗ പരിശീലനത്തിന് ചേരും. പ്രകൃതി ഭക്ഷണ രീതികൾ അവലംബിക്കുവാനിടയുണ്ട്. ഇതര ചികിത്സാ രീതികൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ അവസരം വന്നു ചേരും. നിർത്തിവച്ച കർമ്മ പദ്ധതികൾക്ക് പുനരാരംഭിക്കുവാനുള്ള സാഹചര്യങ്ങൾക്ക് യോഗമുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുന്നത് നന്നായിരിക്കും. നിക്ഷേപ സമാഹരണ യജ്ഞം മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിരുന്നു. ഈ ഒരു മാസത്തിൽ പൂർത്തീകരിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അതിന്റെ അക്ഷരം പ്രതി മനസ്സിലാക്കിക്കൊണ്ടും ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള ആശയങ്ങളായതുകൊണ്ട് അത് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് ഭാഗമായിട്ട് മറ്റ് വ്യവസായ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുവാനും വളരെ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന രേഖകൾ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിൽ നിന്നും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജന്മനാട്ടിൽ എത്തിച്ചേർന്ന പലർക്കും വികസിത രാഷ്ട്രത്തിൽ തന്നെ മറ്റൊരു രാജ്യത്തിലായിരിക്കാം ജോലിയുടെ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉപരിപഠനം പൂർത്തീകരിച്ച തൃപ്തിയായിട്ടുള്ള ജോലിക്ക് പ്രവേശനം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകുവാൻ ഇടവരും. വസ്തുതർക്കം പരിഹരിക്കുന്നത് വഴി അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനും ഇനി മുതൽ എല്ലാവരോടും ലോക്യത്തോടുകൂടി ജീവിക്കാൻ തയ്യാറാകുവാനും ഇടയുണ്ട്. പലപ്പോഴും പലവിധത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നു ചേരുമെങ്കിലും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പക്ഷം എല്ലാ വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. മക്കളുടെ ഉന്നത പദവിയോട് കൂടിയിട്ടായിട്ടുള്ള ഉദ്യോഗം ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ കടം വായ്പ എടുത്തതായിട്ടുള്ള സംഖ്യകളെല്ലാം തന്നെ 3-4 കൊല്ലത്തിനുള്ളിൽ കൊടുത്തു തീർക്കാമെന്ന ധാരണയോടുകൂടി ആശ്വസിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധിക്കും. ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തുടക്കം കുറിക്കുവാനും യോഗം കാണുന്നുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും പ്രാരംഭത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്ന ധാരണ ഉണ്ടാകുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളാലും കഠിന പ്രയത്നത്താലും എല്ലാം മംഗളകരമാക്കി തീർക്കുവാൻ പോലും ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്.